നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു കഥയുമായിട്ടാണ്. നമുക്ക് കഥയിലേക്ക് പോകാം. 9ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ നംഗേ പൈർ എന്ന കഥയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഈ കഥ എഴുതിയിരിക്കുന്നത് വെങ്കടേഷ് മാഡ്ഗുൽക്കറാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, കഥയുടെ പേര് നംഗേ പൈർ, പ്രോക്തി, കഹാനികാർ വെങ്കടേഷ് മാഡ്ഗുൽക്കർ. കഥയുടെ പേര് നംഗേ പൈർ എന്നാണ്. ഇത് കഹാനി അല്ലെങ്കിൽ കഥ എന്ന വിഭാഗത്തിൽപ്പെടുന്നു. കഥാകൃത്ത് വെങ്കടേഷ് മാഡ്ഗുൽക്കർ. കഥയിലേക്ക് പോകാം. ഓക്കെ. ഊന്നുവടിയുടെ സഹായത്തോടു കൂടി നടക്കുന്ന ബേബി എന്ന പെൺകുട്ടിയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. ഞാൻ ആദ്യം ഈ കഥ ഹിന്ദിയിലും അതിനുശേഷം മലയാളത്തിലുമായിട്ട് ചുരുക്കി പറയാം. നിങ്ങൾ ആദ്യം ഹിന്ദിയിലെ ഇതിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. बैसाखियों के सहारे चलने वाली पंगुल लड़की है बेबी. घर में वह अकेलापन महसूस करती है. दोपहर में आने वाला बूटा पोस्टमैन कुछ समय उससे बातें करता था, इसलिए वह पोस्टमैन की प्रतीक्षा में खिड़की से बाहर देख रही थी. पोस्टमैन आया, लेकिन हमेशा की तरह फर्श पर डाक गिरने की आवाज़ नहीं सुनाई. बैसाखियों के सहारे एक एक कदम चलकर बेबी दरवाजे पर पहुंची. वहाँ हाथ में डाक लिए पोस्टमैन खड़ा था. बेबी ने ध्यान दिया कि सदा का वह दाढ़ी वाला बूटा पोस्टमैन नहीं था, बच्चों के चेहरे वाला यह नया पोस्टमैन है. ഉച്ച കഴിഞ്ഞ സമയമായിരുന്നു. ബേബി തൻ്റെ കട്ടിലിരുന്ന് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹാളിന് നടുവിലായി റേഡിയോയിൽ 12:30 മണിക്കുള്ള പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. ശാന്തമായ അന്തരീക്ഷത്തിൽ പാട്ടിൻ്റെ സ്വരം മുഴങ്ങിക്കൊണ്ടിരുന്നു. അടഞ്ഞുകിടന്ന ഗേറ്റ് തുറന്ന് പോസ്റ്റ്മാൻ അകത്തേക്ക് വന്നു. ചുറ്റുമതിലിനകത്തെ ചരലിൽ അയാളുടെ കാലടി ശബ്ദം കേട്ടു. പോസ്റ്റ്മാൻ്റെ സ്വരം അവൾ കേട്ടു, എന്നാൽ തറയിൽ കത്ത് വീഴുന്ന ശബ്ദം അവൾ കേട്ടില്ല. ബേബി പിന്നോട്ട് തിരിഞ്ഞ് ശ്രദ്ധയോടെ കട്ടിൽ നിന്നും ഇറങ്ങി. എന്തിനാണ് ശ്രദ്ധയോടെ കട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? അവൾ വികലാംഗിയായിരുന്നു. ഊന്നുവടിയുടെ സഹായത്തോടെയാണ് അവൾ നടക്കുക. അങ്ങനെ ശ്രദ്ധയോടെ കട്ടിൽ നിന്നും ഇറങ്ങി അവൾ ഊന്നുവടിയുടെ സഹായത്തോടെ ഓരോ ചുവടും ശ്രദ്ധയോടെ വെച്ച് വാതിൽക്കൽ വരെ എത്തി. വാതിൽ തുറക്കാൻ അല്പസമയം വേണ്ടി വന്നു, കാരണം അവൾ വികലാംഗയാണ്, നമുക്കറിയാം. വാതിലിന് വെളിയിൽ ഹാൾ കടന്നു ചെല്ലാൻ കുറച്ച് താമസിക്കും. അവിടെ പടിക്കൽ കയ്യിൽ കത്തുമായി പോസ്റ്റ്മാൻ നിൽപ്പുണ്ടായിരുന്നു. കത്തുകൾ തറയിലേക്കിട്ട് അയാൾ പോയിട്ടില്ലായിരുന്നു. കോണിപ്പടിക്ക് മുകളിലൂടെ അവൾ കൈനീട്ടി. പതിവായി വരുന്ന പോസ്റ്റ്മാനല്ലോ എന്നവൾ ശ്രദ്ധിച്ചു. എന്നും വരുന്ന താടിയുള്ള പ്രായമായ പോസ്റ്റ്മാൻ അല്ല ഇപ്പോൾ വന്നത്. ഈ പോസ്റ്റ്മാൻ കുട്ടികളുടേതുപോലുള്ള മുഖമുള്ള ഇയാൾ ഒരു പുതിയ പോസ്റ്റ്മാനാണ്. മനസ്സിലായല്ലോ? पोस्टमैन ने बेबी के पैरों की ओर देखा. उसको शायद धक्का सा लगा. उसने डाक बेबी के हाथ में दी. बूटे पोस्टमैन की तरह इस पोस्टमैन ने उसे कोई बात न की. बूटा पोस्टमैन हमेशा ही जल्दी में रहता, फिर भी उसे कुछ बातें करता. अकेलापन में महसूस करते समय कोई परिचित आया देखकर बेबी को अच्छा लगता. ആ പോസ്റ്റ്മാൻ ബേബിയുടെ കാലിലേക്ക് നോക്കി അയാൾ സ്തംഭിച്ചതുപോലെ നിന്നുപോയി. അയാൾ എന്ത് ചെയ്തു? കത്ത് ബേബിയുടെ കയ്യിൽ കൊടുത്തു. പഴയ പോസ്റ്റ്മാനെ പോലെ ഈ പോസ്റ്റ്മാൻ അവളോട് ഒന്നും സംസാരിച്ചില്ല. കത്തുകൾ അമ്മയെ ഏൽപ്പിച്ച് പിന്നോട്ട് തിരിഞ്ഞ് ബേബി കസേരയിലിരുന്നു. അവൾ പറഞ്ഞു, അമ്മേ, ഇന്ന് പുതിയ പോസ്റ്റ്മാനായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇതിൽ ആശ്ചര്യപ്പെടാൻ എന്താണുള്ളത്? അയാൾ സ്ഥലം മാറി വന്നതായിരിക്കും. ക്ലിയർ അല്ലേ? ബേബിയുടെ അമ്മ ബാലമാസികയുടെ പുതിയ പതിപ്പ് അവളുടെ മടിയിൽ വെച്ച് കൊടുത്തു. പിന്നെ റേഡിയോ ഓഫ് ചെയ്ത് അവർ സ്വന്തം മുറിയിലേക്ക് നടന്നു. ആരാണ് സ്വന്തം മുറിയിൽ നടന്നത്? ബേബിയുടെ അമ്മ. ഉച്ച കഴിഞ്ഞാൽ ബേബിക്കെന്നും വല്ലാത്ത ഒറ്റപ്പെടലായിരിക്കും. അവൾ ആരോടാണ് സംസാരിക്കുക? ഈ ചോദ്യമെന്നും അവൾ സ്വയം ചോദിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രായമായ പോസ്റ്റ്മാൻ മുമ്പ് വന്നുകൊണ്ടിരുന്നത്. അയാൾക്കെന്നും തിടുക്കമാണ്. പക്ഷേ ജനാല വരെ വന്ന് അയാൾ ബേബിക്ക് കത്ത് കൊടുക്കും. പരിചയമുള്ള ആരെങ്കിലും വരുന്നത് കണ്ടാൽ ബേബിക്ക് സന്തോഷമാണ്. കാരണം അവൾക്ക് പുറത്തിറങ്ങി നടക്കാനാവില്ല. അപ്പോൾ ആ സമയത്ത് പരിചയമുള്ളവരാരെങ്കിലും വന്നാൽ അവൾക്ക് വളരെ സന്തോഷമായിരിക്കും.
ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. അതിനുശേഷം 3-ാമത്തെ ദിവസം പോസ്റ്റ്മാൻ്റെ ശബ്ദം വീണ്ടും കേട്ടു. കത്തിടുന്ന ശബ്ദം കേട്ടതുമില്ല. ബേബി തളത്തിലെത്തി. പോസ്റ്റ്മാൻ അപ്പോഴും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ബേബിയെ നോക്കി അയാൾ ചിരിച്ചു. ബേബിയും ചിരിച്ചു. കത്ത് വാങ്ങിക്കൊണ്ട് ബേബി ചോദിച്ചു, പുതിയ പോസ്റ്റ്മാനാണല്ലേ? അയാൾ പറഞ്ഞു, അതെ. അപ്പോൾ ബേബി പറഞ്ഞു, കത്ത് ഇട്ടിട്ട് നിങ്ങൾ പോയിക്കൊള്ളൂ, ഞാൻ എത്താൻ താമസിക്കും. പോസ്റ്റ്മാൻ ബേബിയുടെ കാലുകളിലേക്ക് നോക്കി. ഏറെ നേരം മൗനമായിരുന്നു. ഈ പെൺകുട്ടിക്ക് ദൈവം എന്തേ കാലുകൾ കൊടുത്തില്ല? ഒരുപക്ഷേ അയാൾക്ക് അങ്ങനെ തോന്നിയിരിക്കും. അയാളൊന്നും പറഞ്ഞില്ല. എങ്കിലും അയാളുടെ കണ്ണുകളിൽ ഇങ്ങനെയൊരു ഭാവം നിഴലിച്ചിരുന്നു. അയാൾ വളരെ മൃദുവായ സ്വരത്തിൽ മെല്ലെ ആ കുട്ടിയോട് പറഞ്ഞു, സമയമെടുക്കട്ടെ. മേൽവിലാസക്കാരൻ്റെ കയ്യിൽ തപാൽ ഉരുപ്പടികൾ എത്തിക്കുക എന്നുള്ളതാണ് പോസ്റ്റ്മാൻ്റെ ജോലി, അല്ലാതെ അവിടെ ഇട്ടിട്ട് പോവുകയല്ല, അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ബേബി അയാളുടെ കാലുകളിലേക്ക് നോക്കി. ശക്തമായ ഉരുണ്ട കാലുകൾ. ഈ പോസ്റ്റ്മാൻ്റെ കാലുകൾ കണ്ടപ്പോൾ പെട്ടെന്ന് ബേബിയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടു. അയാളുടെ പാദങ്ങൾ നഗ്നമാണ്. എന്തുകൊണ്ടാണ് അയാൾ ചെരുപ്പിടാത്തത്? ഒരുപക്ഷേ പോസ്റ്റ്മാൻ തിരിച്ചുപോയി. ഒരുപക്ഷേ അയാളുടെ ചെരുപ്പ് പൊട്ടിപ്പോയതായിരിക്കും. അത് നന്നാക്കിച്ച് കൊണ്ടുവരുമായിരിക്കും. കുറച്ച് സമയത്തേക്കാണെങ്കിലും ശരി. ഇതാലോചിച്ചുകൊണ്ട് ബേബിയുടെ മനസ്സിന് സമാധാനമായി. തപാലുമായി അവൾ കസേരയിൽ ചെന്നിരുന്നു. പോസ്റ്റ്മാൻ്റെ ആ ചെരുപ്പിടാത്ത കാലുകൾ അവളുടെ മനസ്സിൽ നിന്നും മെല്ലെ മാഞ്ഞുപോയി. ഇത്രയും ഭാഗം ക്ലിയറായോ? തണുപ്പുകാലം കഴിഞ്ഞു. വേനൽക്കാലം വന്നു. വെയിൽ ശക്തമായി കഴിഞ്ഞിരുന്നു. ടാറിട്ടരോടാകെ ചുട്ടുപഴുത്ത് കിടക്കുന്നു. എങ്കിലും പോസ്റ്റ്മാൻ വന്നു. അയാളുടെ കയ്യിൽ കുടയില്ല, സൈക്കിളില്ല, അയാളുടെ കാലിൽ ചെരുപ്പ് പോലും ഉണ്ടായിരുന്നില്ല. വെയിൽ കൊണ്ട് അയാളുടെ മുഖമാകെ ചുവന്നിരുന്നു. വിയർത്ത് നനഞ്ഞ ഷർട്ട് അയാളുടെ പുറത്ത് ഒട്ടിപ്പിടിച്ചിരുന്നു. വരണ്ട ചുണ്ടുകൾ നാവ് കൊണ്ട് നനച്ച് അയാൾ ലജ്ജയോടെ ചിരിച്ചു. തപാൽ കൊടുത്തിട്ട് അയാൾ തിരിച്ചു നടന്നു. എങ്ങനെ? വെയിൽ കൊള്ളുണ്ട് പൊള്ളി ചെരുപ്പിടാത്ത കാലുമായി. അവൾ അമ്മയോട് ചോദിച്ചു, അമ്മേ, ആ പോസ്റ്റ്മാൻ എന്താ ചെരുപ്പിടാതെ നടക്കുന്നത്? അമ്മ പറഞ്ഞു, ബോധമുള്ളവരാരെങ്കിലും ചെരുപ്പിടാതെ നടക്കുമോ മോളെ? ഒരു പക്ഷേ അയാളുടെ കയ്യിൽ ചെരുപ്പ് വാങ്ങാൻ പൈസ ഇല്ലായിരിക്കും. ആ പോസ്റ്റ്മാനെ അങ്ങനെ നഗ്നപാതനായി നടക്കാൻ സമ്മതിക്കില്ലെന്ന് ബേബി മനസ്സിലുറപ്പിച്ചു. ആ തീരുമാനം അവളുടെ മനസ്സിന് സുഖകരമായൊരനുഭൂതി നൽകി. ഏത് തീരുമാനം? ആ പോസ്റ്റ്മാന് ഞാൻ ചെരുപ്പ് വാങ്ങിക്കൊടുക്കുമെന്ന തീരുമാനം. സ്ഥിരമായി വരുന്ന ചെരുപ്പ് കുത്തി വീട്ടിൽ വന്നപ്പോൾ ബേബി അയാളെ അടുത്ത് വിളിച്ചു. എന്നിട്ട് 5 രൂപ അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ഇതിനുള്ള ചെരുപ്പ് ഉണ്ടാക്കിത്തരണം. അപ്പോൾ ചെരുപ്പ് കുത്തി പറഞ്ഞു, ചെരുപ്പ് ഉണ്ടാക്കിത്തരാൻ കുട്ടി, അളവെടുക്കണം. അവൾ പറഞ്ഞു, അയ്യോ, എൻ്റെ കാലിനുള്ള ചെരുപ്പ്. പിന്നെ ആർക്ക് വേണ്ടി? ഹരീബ എന്ന ചെരുപ്പ് കുത്തി ചോദിച്ചു. ഈ ചോദ്യം കേട്ട് ബേബി ആകെ ആശയക്കുഴപ്പത്തിലായി. എൻ്റെ എല്ലാ ശ്രമവും വെറുതെയാകുമെന്ന് അവൾക്ക് തോന്നി. അവസാനം പ്രതീക്ഷയോടെ അവൾ ചെരുപ്പ് കുത്തിയോട് പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞ് വന്നോളൂ, ഞാൻ അളവ് തരാം. പിറ്റേന്ന് പോസ്റ്റ്മാൻ വന്നു. തപാൽ ഉരുപ്പടി ഓരോന്നോരോന്നായി തന്ന് അയാൾ തിരിച്ചു പോയി. തപാൽ കസേരയിൽ വെച്ച ശേഷം ബേബി സിറ്റ് ഔട്ടിലെത്തി. സ്റ്റെപ്പ് വഴി താഴെ ഇറങ്ങി. പിന്നെ ഫ്രോക്കിൻ്റെ പോക്കറ്റിൽ നിന്നും ടാപ്പ് എടുത്തു. പോസ്റ്റ്മാൻ്റെ നിലത്ത് പതിഞ്ഞ കാൽപ്പാടിൻ്റെ അളവെടുത്തു. കാലിൻ്റെ ആകൃതിയുടെ കൃത്യമായ അളവെടുത്ത ശേഷം അവൾ വീണ്ടും മുറിയിലെത്തി. ക്ലിയർ ആണല്ലോ? होली के त्यौहार के बाद जब पोस्टमैन आया, बेबी ने पुराने अखबार में लिपटा एक बंडल उसके हाथ में दे दिया. पोस्टमैन ने बंडल खोला. भीतर एक जोड़ी सुंदर जूते देखकर वह मन ही मन कह उड़ा, इस बच्ची ने तो मुझे नंगे पैर को जूते दिए हैं. उसके पैर ही नहीं है, वो मैं कैसे दे सकूँगा? काम पूरा करके वह सीधा पोस्ट ऑफिस गया. उसने बड़े बाबू से कहा, साहब मेरी लाइन बदला दीजिए, सिटी में कहीं भी बदली कर दीजिए. അങ്ങനെ ഹോളി കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ പോസ്റ്റ്മാൻ വീണ്ടും വന്നു. ബേബി പഴയ പത്രക്കടലാസിൽ പൊതിഞ്ഞ ഒരു പൊതി അയാളുടെ കയ്യിൽ കൊടുത്തു. പോസ്റ്റ്മാൻ ആ പൊതിക്കെട്ട് തുറന്നു നോക്കി. അതിനകത്ത് മനോഹരമായ ഒരു ജോഡി ചെരുപ്പ്. അത് കണ്ട് അയാൾ മനസ്സിൽ പറഞ്ഞു, എൻ്റെ നഗ്നമായ പാദങ്ങൾക്ക് ഈ പെൺകുട്ടി ചെരുപ്പുണ്ടാക്കിച്ചു തന്നു. അവൾക്ക് കാലല്ലേ ഇല്ലാത്തത്, അതെനിക്കെങ്ങനെ അവൾക്ക് കൊടുക്കാനാകും? ജോലി കഴിഞ്ഞപ്പോൾ അയാൾ നേരെ പോസ്റ്റ് ഓഫീസിൽ വന്നു. അയാൾ പോസ്റ്റ് മാസ്റ്ററോട് പറഞ്ഞു, സർ, എൻ്റെ റൂട്ട് മാറ്റി തന്നാലും എവിടേക്കെങ്കിലും എന്നെ ഇവിടുന്ന്
സ്ഥലം മാറി തന്നാലും എന്ന് അയാൾ പോസ്റ്റ് മാസ്റ്ററോട് പറഞ്ഞു. ഓക്കെ, ഇത്രയുമാണ് നംഗേ പൈർ എന്ന കഥയുടെ ആശയം. ഇനി നമുക്ക് ഈ പാഠത്തിൽ നിന്നും എന്തൊക്കെ ചോദ്യം വരാമെന്ന് നോക്കാം. ബന്ദ് ദർവാസ खोलने में उसे थोड़ा समय लगा. दरवाजे से बाहर और हॉल को पार कर आगे आने में देर लगी. देर लगने का क्या कारण है? എന്താണ് ചോദ്യത്തിനർത്ഥം? അടഞ്ഞു കിടന്ന വാതിൽ തുറക്കാൻ ബേബിക്ക് അല്പസമയം വേണ്ടി വന്നു. വാതിലിന് പുറത്ത് ഹാളും കടന്നു ചെല്ലാൻ അവൾ കുറേ സമയമെടുത്തു. അങ്ങനെ താമസമുണ്ടാകാൻ കാരണമെന്ത്? ഉത്തരം നോക്കുക. ഉസ്കെ ഏക് പൈർ നഹീം ഥാ, വഹ് ബൈസാഖിയോം കെ സഹാരെ ചൽത്തി ഹെ, ഇസ്ലിയെ ദേർ ലഗി. അവൾക്കൊരു കാലില്ലായിരുന്നു. ഊന്നുവടിയുടെ സഹായത്തോടെയാണ് ബേബി നടക്കുന്നത്. അതുകൊണ്ടാണ് താമസം നേരിട്ടത്. ക്ലിയർ അല്ലേ? जो आगे लाबन चलते हैं वे हमसे क्या क्या चलते होंगे. ഇവിടെ ഈ കഥയിൽ ഉച്ച കഴിയുമ്പോൾ ബേബിക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടും. ബേബിക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല. ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ നമ്മളിൽ നിന്നും എന്തൊക്കെയായിരിക്കും ആഗ്രഹിക്കുന്നത്? വേ ഹംസെ ക്യാ ക്യാ ചലത്തെ ഹോങ്കെ. जो अकेलापन चलते हैं वे हमसे प्रेम और सहानुभूति चाहते हैं. उनके विकारों को मानना, उनसे बातें करना, उनके साथ कुछ समय बिताना आदि चाहते होंगे. അതായത് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ നമ്മളിൽ നിന്നും സ്നേഹവും സഹാനുഭൂതിയും പരിഗണനയും കരുതലും ആഗ്രഹിക്കുന്നു. അവരുടെ വികാരങ്ങളെ മാനിക്കുക, അവരോടൊപ്പം അല്പം സമയം ചെലവഴിക്കുക, അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക, ഇവയൊക്കെയാണ് അവർ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. लगने दो बहन, पोस्टमैन का काम जिस जिसकी टास्क को जिस जिसके हाथ में सौंपने का है, हाथ में फेंकने का नहीं. यह कौन सा मनोभाव प्रकट होता है? മേൽവിലാസക്കാരൻ്റെ കയ്യിൽ തപാൽ ഉരുപ്പടികൾ ഏൽപ്പിക്കുകയാണ് ഒരു പോസ്റ്റ്മാൻ്റെ ജോലി. അത് വീട്ടിലേക്ക് വലിച്ചെറിയുകയല്ല. ഇവിടെ പോസ്റ്റ്മാൻ്റെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്? ഉത്തരം നോക്കുക. ഈമാൻദാരി, ഉത്തരവാദിത്വം. അതാണ് ആ ചോദ്യത്തിനുത്തരം. ഇനി അടുത്ത ചോദ്യം. बेबी ने मन ही मन निश्चय किया कि वह उस पोस्टमैन को नंगे पैर चलने नहीं देगी. यह तय करते ही उसे सुखद अनुभूति हुई. कारण क्या होगा? ആ പോസ്റ്റ്മാനെ നഗ്നപാതനായി നടക്കാൻ അനുവദിക്കില്ലെന്ന് ബേബി മനസ്സിലുറപ്പിച്ചു. അങ്ങനെയൊരു തീരുമാനമെടുത്തപ്പോൾ ബേബിക്ക് സുഖകരമായ ഒരു അനുഭൂതി ഉണ്ടായി. എന്തായിരിക്കും കാരണം? ഉത്തരം നോക്കുക. ഷായദ് ഇസ്കാ കാരണം തേജ് ഗർമി സേ तपती सड़क पर नंगे पैर चलने वाले पोस्टमैन के प्रति सहानुभूति होगा. विवशताओं के प्रति हमारा दृष्टिकोण हमदर्दी का होना चाहिए. ഒരുപക്ഷെ ശക്തമായ ചൂടിൽ ചുട്ടുപൊള്ളുന്ന റോഡിലൂടെ ചെരുപ്പില്ലാതെ നടക്കുന്ന ആ പോസ്റ്റ്മാനോടുള്ള സഹതാപമായിരിക്കാം ഇതിന് കാരണം. കഷ്ടപ്പെടുന്നവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് സഹാനുഭൂതിപൂർണമായിരിക്കണം. ക്ലിയർ അല്ലേ? लगने दो बहन, पोस्टमैन का काम जिस जिसकी टास्क को जिस जिसके हाथ में सौंपने का है, हाथ में फेंकने का नहीं. यह कौन सा मनोभाव प्रकट होता है? മേൽവിലാസക്കാരൻ്റെ കയ്യിൽ തപാൽ ഉരുപ്പടികൾ ഏൽപ്പിക്കുകയാണ് ഒരു പോസ്റ്റ്മാൻ്റെ ജോലി. അത് വീട്ടിലേക്ക് വലിച്ചെറിയുകയല്ല. ഇവിടെ പോസ്റ്റ്മാൻ്റെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്? ഉത്തരം നോക്കുക. ഈമാൻദാരി, ഉത്തരവാദിത്വം. അതാണ് ആ ചോദ്യത്തിനുത്തരം. അടുത്ത ചോദ്യം. തബ് ഹോളി കാ ത്യോഹാർ മനായാ ജാ ചുക്കാ ഥാ. ഇസ് പ്രസ്താവ് കാ താൽപര്യ ക്യാ ഹെ. അപ്പോഴേക്കും ഹോളിയുടെ ആഘോഷങ്ങൾ കഴിഞ്ഞിരുന്നു. ഈ പ്രസ്താവനയുടെ ആന്തരാർത്ഥം എന്ത്? ഉത്തരം നോക്കുക. ഇസ് പ്രസ്താവ് കാ താൽപര്യ യഹ് ഹെ കി യദി ഹോളി കാ സമയ ഹെ തോ ഉപഹാർ കെ രൂപ മേ ദേത്ത. ഹോളിയുടെ സമയമായിരുന്നെങ്കിൽ ഉപഹാരമായി കൊടുക്കാമായിരുന്നു എന്നാണ് ഈ പ്രസ്താവനയുടെ അർത്ഥം. സാഹബ് മേരി ലൈൻ ബദൽ ദീജിയെ.
सिटी में कहीं भी बदली दीजिए, ऐसा क्यों कहा होगा? സർ, എൻ്റെ റൂട്ട് മാറ്റി തന്നാലും സിറ്റിയിൽ മറ്റെവിടെയെങ്കിലും എനിക്ക് സ്ഥലം മാറ്റം തന്നാലും എന്തുകൊണ്ടായിരിക്കും പോസ്റ്റ്മാൻ ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം നോക്കുക. बेबी ने पोस्टमैन के नंगे पैर को जूते दिए. इसके बदले पोस्टमैन उसे क्या दे सकता है? क्योंकि बेबी के एक पैर ही नहीं है, वह पोस्टमैन कैसे दे सकेगा? इसलिए वह ऐसा कहा होगा. बेबी പോസ്റ്റ്മാന് ചെരുപ്പ് വാങ്ങിക്കൊടുത്തു. പകരമായി പോസ്റ്റ്മാൻ ആ കുട്ടിക്ക് എന്താണ് കൊടുക്കേണ്ടത്? എന്തുകൊണ്ടെന്നാൽ ബേബിക്ക് ഒരു കാലാണ് ഇല്ലാത്തത്. അത് അയാൾക്ക് എങ്ങനെ കൊടുക്കാനാകും? അതുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ നംഗേ പയർ എന്ന കഥ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ശരിക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. സബ്കോ ധന്യവാദ്.